അധ്വാനിയായ ഒരു ഇഷ്ടിക പണിക്കാരൻ്റെതാണ് ഈ കഥ. എല്ലാ ദിവസവും തന്റെ കഴുതകളുമായി പാടത്തെത്തി മണ്ണ് ശേഖരിച്ച് തന്റെ ഇഷ്ടികളത്തിൽ കൊണ്ടുപോയി കുറെ അധികം ഇഷ്ടികകൾ ഉണ്ടാക്കുമായിരുന്നു അയാൾ. ജോലി ചെയ്ത് തളരുമ്പോൾ തന്റെ കഴുതകളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വരും. ആ വരുന്ന വഴിയിൽ ഒരു മരച്ചുവട്ടിൽ കഴുതകളെയെല്ലാം കെട്ടിയിട്ട് മറ്റൊരു മരച്ചുവട്ടിൽ അദ്ദേഹം ഉറങ്ങി വിശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ കഴുതകളെ കെട്ടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു കഴുതയെ കെട്ടുവാനുള്ള കയറില്ല എന്നുള്ളത്. അങ്ങനെ ആ കഴുതയെ അദ്ദേഹം ഒപ്പം കൂട്ടി തന്റെ മരച്ചുവട്ടിൽ കൊണ്ടുവന്ന് തന്റെ അരികിൽ നിർത്തി ഉറങ്ങാൻ കിടന്നു. എന്നാൽ കൂട്ടം തെറ്റി വന്നതിനാലാകാം കഴുത നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. കഴുതയുടെ ഈ കരച്ചിൽ അദ്ദേഹത്തെ അലോസരപ്പെടുത്തുകയും ഉറങ്ങാൻ കഴിയാതാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടൊരു വഴിയാത്രക്കാരൻ പറഞ്ഞു, താങ്കൾ എന്നും ചെയ്യും പോലെ ഈ കഴുതയെ കൊണ്ടുപോയി കെട്ടുന്നത് പോലെ അഭിനയിക്കൂ. അത് കേട്ടപ്പോൾ ഈ പണിക്കാരൻ കഴുതയെ തിരിച്ച് ആ കഴുതക്കൂട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് കയറിട്ട് കെട്ടും പോലെ അഭിനയിച്ചു. അപ്പോൾ കഴുതയ്ക്ക് തോന്നി തന്നെയും കെട്ടിയിരിക്കുകയാണ്. ഇനി പണിക്കാരൻ തിരികെ വന്ന് ഭംഗിയായി കിടന്നുറങ്ങി. ഉറക്കശേഷം തിരിച്ച് മറ്റുള്ള കഴുതകളെയെല്ലാം അഴിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഈ കെട്ടാത്ത കഴുത അവിടെ തന്നെ നിൽക്കുന്നു. അത് വീട്ടിലേക്ക് നടക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കഴുത വരാതായപ്പോൾ ഈ മാർഗം പറഞ്ഞു കൊടുത്ത വഴിയാത്രക്കാരനെ അയാൾ തിരഞ്ഞു. അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കഴുതയെ കെട്ടഴിക്കും പോലെ അഭിനയിക്കൂ. അപ്പോൾ അയാൾ അതേ പ്രകാരം ചെയ്തു. ഇപ്പോൾ കഴുത അയാളുടെ കൂടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ശീലങ്ങളുടെ ശക്തി എന്നുള്ളത്. എന്താണോ നമ്മൾ ശീലിക്കുന്നത് അതേ പ്രകാരമായിരിക്കും നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കുക, നല്ല ഫലം ഉണ്ടാക്കുക. നന്ദി.